വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. നമ്മുടെ മാനിക്യൂർ വീഡിയോ ഇട്ട ടൈമിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. 2-3 പിള്ളേരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇനി പെഡിക്യൂർ വീഡിയോ ചെയ്യോ, പിന്നെ വീഡിയോ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നല്ല സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നിങ്ങളുടെ അക്സെപ്റ്റൻസ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. സോ ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെഡിക്യൂർ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും വേണ്ടത് നമ്മുടെ ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം ഓവറായിട്ട് ചൂടാവരുത്. നമ്മുടെ ചെറിയ വിരലിൽ, അതായത് നമ്മുടെ കുഞ്ഞു വിരലിലെ ആ വിരലിന്റെ എത്ര ചൂടാണോ താങ്ങാൻ പറ്റുന്നത് ആ അളവിൽ വേണം ചൂടുവെള്ളം ചൂടാക്കാനായിട്ട്. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് വേണം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു, കുറച്ച് വീര്യം കൂടിയതായാലും നല്ലതായിരിക്കും. ഞാനിവിടെ ക്ലീനിക് പ്ലസിന്റെ ആണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെച്ചേക്കുക. എന്നിട്ട് നമ്മുടെ കാല് പതുക്കെ ഒന്ന് ഇതിലേക്ക് മുക്കി കൊടുക്കുക. ഞാനിപ്പോ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കാല് പൊക്കുന്നത് ഇത്തിരി ചൂട് കൂടിപ്പോയി. പക്ഷെ അത് വലിയ പ്രശ്നമില്ലായിരുന്നു. കാരണം ഇത് ചെയ്തു വന്നപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് പറ്റിയൊരു ചൂടായിരുന്നു അത്. എങ്കിലും ഇച്ചിരി ഒരു പൊട്ടിക്ക് ചൂട് കൂടുതലായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഇതേപോലെ കാല് പതുക്കെ മുക്കി വെച്ച് കൊടുക്കുകയാണ്. മുക്കി വെച്ചതിന് ശേഷം കാല് നല്ല രീതിക്ക് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുതിരാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ചൂടുവെള്ളം ഒന്ന് തണുത്ത് തുടങ്ങുമല്ലോ. അതായത് ഒരു ചെറിയ ചൂടൊന്ന് പോയി തുടങ്ങുന്ന ടൈമിൽ വേണം നമ്മൾ കാല് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ. ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഒരു ബ്രഷ് എടുക്കുക. ഇതിന് വേണ്ടിയിട്ടൊക്കെ മാത്രം വെച്ചേക്കുന്ന ബ്രഷാണ്. ഇതിനു മുമ്പ് നമ്മൾ മാനിക്യൂർ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. ഈ സെയിം ബ്രഷാണ് അപ്പോഴും യൂസ് ചെയ്തത്. അപ്പോൾ അതെടുക്കുക. അതെടുത്തതിന് ശേഷം ആക്ച്വലി ഞാൻ ഈ നമ്മുടെ പെഡിക്യൂറിന് വേണ്ടിയിട്ട് വേറൊരു ബ്രഷ് ഉണ്ട്. അതെന്റെ അടുത്ത് കാണാനില്ലാത്തതുകൊണ്ട് ഇതെടുത്താണ് കേട്ടോ. അപ്പോൾ അതെടുക്കുക. എന്നതിന് ശേഷം ഇതേപോലെ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അധികം ഹാഷായിട്ട് സ്ക്രബ് ചെയ്യേണ്ടത്. ഞാൻ ഒരു പൊടിക്ക് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ നല്ല പതുക്കെ തന്നെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓരോ വിരലിന്റെ നഖവും നല്ല രീതിക്ക് നല്ല ടൈം എടുത്ത് വേണം നിങ്ങൾ ചെയ്യാൻ. നിങ്ങൾക്ക് ഒട്ടും ടൈം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടും ടൈം ഇതിനൊന്നും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. അതിന് ഈസി ആയിട്ട് പല കാര്യങ്ങൾ അല്ലാതെ ചെയ്യാം. പക്ഷെ ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ സമയം എടുത്ത് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. കാരണം അത്രയും നമ്മൾ ക്ലീൻ ആക്കണം. നമ്മൾ വൃത്തിയാവുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം അത്രയും ടൈം എടുത്ത് വേണം ചെയ്യാൻ. അപ്പൊ ഇതേപോലെ നല്ല രീതിക്ക് നല്ലപോലെ ഒന്ന് നമ്മൾ ബ്രഷൊക്കെ ഇട്ട് ഓരോ നഖത്തിന്റെ ഇടയിലും ക്ലീൻ ചെയ്ത് കൊടുക്കുക. പറ്റുന്ന പോലെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇത് നഖം വെട്ടി കൊടുക്കുകയാണ്. പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരു കുട്ടി ഇതേപോലെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണ് ഒരുപാട് 2-3 വട്ടം വന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെഡിക്യൂർ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രോ യുവർ നെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോ നെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നെയിൽസ് ഉണ്ട്. പക്ഷെ ഞാൻ അത് വളർത്താത്തതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കൂടുതൽ ഷൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല നെയിൽസ് ഉള്ളപ്പോൾ ഈ ഷൂസിന്റെ നമ്മൾ അറ്റത്ത് തട്ടുമ്പോൾ ഭയങ്കര പെയിൻ ആണ്. ഒന്നാമത്തെ കാര്യം അതാണ്. പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കാനെങ്കിലും നെയിൽസ് വെച്ചിട്ട് നെയിൽ പോളിഷ് ഒക്കെ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് പാളിപ്പോയി. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഞാൻ അത് എത്തുമ്പോൾ പറയാട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു ചകിരി, ഇത് നോർമൽ ചകിരിയാണ്. നിങ്ങൾക്ക് രാമച്ചോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ പമിസ്റ്റോൺ എടുക്കാം. അതെടുത്തതിന് ശേഷം നമ്മുടെ കാലിലൊക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തറയുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതേപോലെ തറയിൽ കാല് നല്ല രീതിക്ക് ചവിട്ടി ഉരച്ച് കഴുകിയാലും മതി. അപ്പൊ ഞാനിതിപ്പോ സ്ക്രബ് ചെയ്താണ് കൊടുക്കുന്നത്. നല്ല രീതിക്ക് ഒന്ന് തേച്ചൊരച്ചൊക്കെ കഴുകി കൊടുക്കുകയാണ്. നഖം വെട്ടിയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നഖം വെട്ടിയതിനു ശേഷം ഇതേപോലെ കാല് വീണ്ടും മുക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്ക്രബിങ്ങിലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. കാരണം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തൊടുമ്പോൾ മനസ്സിലാവും കാല് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമ്മൾ നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നെയിൽസ് ഞാൻ മൊത്തം വെട്ടാനുള്ള ഒരു കാരണം പറഞ്ഞില്ലേ, ആ കാരണം ഇതാണ്. അതായത് ഞാൻ ഇതിൻ്റെ നെയിൽസിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ നെയിൽസ് പൊട്ടി. കാരണം പൊട്ടാനുള്ള മെയിൻ റീസൺ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ നെയിൽസ് ഒക്കെ നല്ല രീതിക്ക് കുതിർന്നിരിക്കുന്നതുകൊണ്ട്
എന്തുവാണ് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചപ്പോൾ തന്നെ നെയിൽസ് പൊട്ടി. അപ്പോൾ ഒരു നെയിൽസ് മാത്രമായിട്ട് ഇങ്ങനെ വെക്കുന്നത് നല്ലതല്ലല്ലോ, എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് മൊത്തം വെട്ടിയത്. ആക്ച്വലി ഞാൻ നെയിൽസ് വളർത്തുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പം അത് കുറവാണ്. ഞാൻ വെട്ടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം ഇപ്പം ഷൂസ് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വേറെ വേറെ ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ഹൈ ഹീൽസോ അങ്ങനെയൊന്നും അധികം ഇടാൻ പറ്റില്ല. എനിക്കുള്ളത് ഉള്ള 2 ചെരുപ്പ് ഹീലാണ്. അപ്പം അത് ഇടാൻ പറ്റത്തുകൊണ്ട് ഇപ്പോൾ ഷൂസ് തന്നെയാണ് കൂടുതലായിട്ട് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് നഖം വെട്ടിയത്. ഇനി നമ്മൾ മെയിനായിട്ട് നമ്മൾ ആ ഒരു സാധനം വെച്ച് നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു നെയിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ എന്താണ് ക്യൂട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതും ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്തൊക്കെ കൊടുക്കണം. അപ്പം നെയിൽസ് നല്ല രീതിക്ക് ഗ്രോ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമ്മളൊരു സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. ഈ സ്ക്രബ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ കോഫി പൗഡർ എടുക്കുക. കോഫി പൗഡർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ നാരങ്ങ നീര്, നേരത്തെ എടുത്തതിൻ്റെ പാതി നാരങ്ങയില്ലേ, അതായത് പാതിയുടെ പാതി നാരങ്ങ യൂസ് ചെയ്തിട്ട് അതിൽ പാതിയില്ലേ, അതിൽ വളരെ കുറച്ച് നാരങ്ങ നമ്മൾ ഈ ഒരു കോഫി പൗഡറിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ കാലിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ടൈം എടുത്ത് ചെയ്യാം കേട്ടോ, അധികം സ്പീഡിൽ ചെയ്ത് പോവാതെ നല്ല ടൈം എടുത്ത് ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ പതുക്കെ ഇതേപോലെ ചെയ്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് സ്ക്രബ് വെച്ചുള്ളൂ കാലിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് വെക്കണം, ഒരു 10 മിനിറ്റ് ഒക്കെ വെക്കാം വേണമെങ്കിൽ. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് വെച്ചുള്ളൂ. കാരണം എനിക്ക് ഈ വീഡിയോ ഒറ്റയ്ക്ക് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അപ്പോൾ ടൈമർ സെറ്റ് ചെയ്യുന്നതിന് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അധികം നേരം വെച്ചില്ല. പെട്ടെന്നൊന്ന് കഴിയണമെന്നായിരുന്നു. കാര്യം ഭയങ്കര പാടാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. അതാണ് ഞാൻ അത്ര നേരം വെക്കാത്തത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് വീണ്ടും നമ്മുടെ ആ ചകിരിയുടെ ഇതുകൊണ്ട്, ചകിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങയുടെ, അത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് തേങ്ങ പൊതിക്കത്തില്ലേ, ആ തൊണ്ടിന്റെ അകത്തുള്ള സാധനമാണ് ചകിരി. ഇതിന് മറ്റുള്ള നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ സംഭവം അതിന്റെ ഒരു മറ്റേ സ്ക്രബിങ് പോലത്തെ അത് ഞാൻ വാങ്ങിയതാണ്. നമുക്കിവിടെ അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പം അതുപോലെ വെച്ച് നല്ല രീതിക്ക് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളൊരു മാസ്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്. മാസ്ക് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇതിൽ കടലമാവും നമ്മുടെ നേരത്തെ ബാക്കി ഉണ്ടായിരുന്നത്, അതായത് ആ പാതി നാരങ്ങയിൽ തന്നെ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് ഒരു അധികം ലൂസും അല്ല അധികം കട്ടിയല്ല എന്നുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു കുറച്ച് ഷാമ്പൂവും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കഴുകുമ്പോൾ കുറച്ചുകൂടി ഒരു സോപ്പി എഫക്റ്റ് കിട്ടും. അല്ലെങ്കിൽ കിട്ടും, നിർബന്ധമല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു 10-15 മിനിറ്റോളം ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. അത് നല്ല രീതിക്ക് ഉണങ്ങി പിടിക്കുന്നവരെ ഇരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ പാതിയില്ലേ, അത് കഴുകാൻ പോയപ്പോഴത്തേക്ക് ആ നാരങ്ങ വെച്ച് തന്നെയാണ് സ്ക്രബ് ചെയ്ത് ഞാൻ എൻ്റെ കാലിലെ മാസ്ക് ഒക്കെ കളഞ്ഞ് നീറ്റാക്കി എടുത്തത്. എന്നിട്ട് ഞാൻ കാണിച്ചല്ലോ, കണ്ടപ്പോൾ നെയിൽസ് ഒക്കെ ക്ലീനായി. ആ ഒരു കാലിലെ ഡിഫറൻസ് തന്നെ നിങ്ങൾ നോക്കി നോക്കൂ. എത്ര ആ ഒരു ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ല എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന്. എനിക്ക് നേരിട്ട് പറയാൻ വാക്കുകളില്ല. നേരിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം അത്രയ്ക്ക് എൻ്റെ കാലിൻ്റെ ഓൾമോസ്റ്റ് ടാനും ആ ഒരു ഒറ്റ യൂസിൽ പോയിട്ടുണ്ട്. എനിക്കിത് വലിയ അത്ഭുതമല്ല, കാരണം ഞാനിത് ചെയ്യാറുള്ളതാണ്. എങ്കിലും നിങ്ങൾക്കത് കാണിച്ചിരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അപ്പോൾ കണ്ടപ്പോൾ കാല് തീരെ ബ്ലണ്ടായിട്ടിരിക്കുമ്പോൾ തോന്നിയതുകൊണ്ട് ഞാൻ നെയിൽ പോളിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ പറയാട്ടോ. എന്തായാലും ഇതുപോലുള്ള വേറെ യൂസ്ഫുൾ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അതൊക്കെ ചെയ്യാം. എനിക്കറിയാനുള്ള കാര്യമാണെങ്കിൽ ചെയ്യാം. പിന്നെ എന്തുവാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ആണ്. കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി വെക്കാട്ടോ, എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.